ഇടുക്കി, അത് ഇടുക്കി ശരിക്ക് പറഞ്ഞാൽ അതിന് ഇടുക്കിക്ക് ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി പ്രോജക്റ്റ് ഒരു കൊലുമ്പനാണ് അതിൻ്റെ, അറിയാമല്ലോ അത് കൊലുമ്പൻ എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദിവാസി മഹാസഭക്കാർ എന്നെ സമീപിച്ചു. അപ്പോൾ അവർ നേരത്തെ ഒരു പരാതി അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പരാതി കൊടുത്തു. പരാതിയല്ല, ഒരു ആവശ്യം ഉന്നയിച്ചു. അതായത് ഇന്ന് നമ്മൾ കേരളീയർ വെട്ടം കാണുന്നതിൻ്റെ 50% അവകാശപ്പെട്ടത് ഇടുക്കി പ്രോജക്റ്റിനാണ്. ഈ ഇടുക്കിക്ക് ഈ സ്ഥലവും ഈ ആറും ഈ മലയും മലയിടുക്കും കാണിച്ചു കൊടുത്തത് കൊലുമ്പൻ എന്ന ആദിവാസിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം, ഇതായിരുന്നു ആവശ്യം. അന്ന് അവർ സ്ഥലം പ്രപ്പോസ് ചെയ്യാൻ വീണ്ടും പേപ്പർ കൊടുക്കുക. ഇവർ പ്രപ്പോസ് ചെയ്ത സ്ഥലങ്ങളൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞു. അതിപ്പോൾ അറിയാമല്ലോ, നമുക്കിപ്പോൾ ഒരു ആദിവാസിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് ഉള്ള നല്ല വെളുത്ത മനുഷ്യരുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിയോജിപ്പ് കൊണ്ടോ എന്തോ അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു. പ്രതിമകളുടെ ഒരു കേന്ദ്രമാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. പക്ഷെ കൊലുമ്പൻ്റെ ഒരു പ്രതിമ വയ്ക്കാൻ നമ്മുടെ ആളുകളാരും, പണ്ട് ഭരിച്ചവർ, ഇന്ന് ഭരിക്കുന്നവർ, ഇനി ഭരിക്കാൻ പോണവരും ഒക്കെ മുഖം തിരിഞ്ഞു നിന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഒന്ന്. രണ്ട്, ഈ ഏറ്റവും കൂടുതൽ ഈ ആദിവാസി സമൂഹം ഉള്ള ജില്ലകളിലൊന്ന്, അവരുടെ എല്ലാം ഭാഷയിൽ തമിഴിൻ്റെ സ്വാധീനം ശക്തം. അത് നമുക്ക് തരുന്ന ഒരു കാര്യം, തമിഴ്നാട്ടിൽ നിന്ന് അതിശക്തമായൊരു കുടിയേറ്റം ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുക. ഒന്നുകിൽ അതിശക്തമായൊരു കുടിയേറ്റം ഉണ്ടായിരുന്നിരിക്കണം, അതല്ലെങ്കിൽ പ്രാകൃതമായ, അതായത് തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങിയ ദ്രവീഡിയൻ ഭാഷകൾക്കൊരു പൂർവ്വദ്രാവിഡം ഉണ്ടായിരുന്നു. ആ പൂർവ്വദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന ജനത്തിൻ്റെ പിന്തുടർച്ചയാവണം അവർ. ഭാഷ ഒരുപാട് പരിഷ്കരിക്കപ്പെട്ടു, പക്ഷെ ബാഹ്യലോകവുമായി ബന്ധപ്പെടാത്തത് കൊണ്ടാവാം അവരുടെ ഭാഷ പരിഷ്കരിക്കപ്പെടാതെ പോയത്. അവിടെയുള്ള എല്ലാ സമൂഹത്തിൻ്റെയും ഭാഷയിൽ തമിഴിൻ്റെ ശക്തമായ കലർപ്പ് കാണാൻ പറ്റും. മറ്റൊന്നുള്ളത്, ഇടുക്കിയിൽ നിന്ന്, ആ വഴി എനിക്കറിയില്ല, ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ശക്തമായ ഒരു റൂട്ട് ഏതാണ്ട് നമ്മുടെ ക്രിസ്തുവർഷം 1950-നും 1000-നും ഇടയ്ക്ക് നിലനിന്നിരുന്നു. കാരണം അവിടെ ഒരു ശിലാലിഖിതം കിട്ടിയിട്ടുണ്ട്. അത് രാജേന്ദ്ര ചോളൻ്റെയാണ്. രാജേന്ദ്ര ചോളൻ മലൈമണ്ഡലം ആക്രമിച്ച് കീഴടക്കിയതിനെ കുറിച്ച് രേഖയാണ് അതിനകത്തുള്ളത്. ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയാണ്. ഈ മലൈമണ്ഡലം എന്ന് പറയുന്നത് സാധാരണ ഈ കേരളത്തിന് പൊതുവെ പറയുന്ന ഒരു പഴയ പേരാണ് മലൈമണ്ഡലം. മലൈമണ്ഡലം ആക്രമിച്ച് കീഴടക്കിയതിനെ സംബന്ധിച്ച് ഒരു ശിലാലിഖിതം അവിടെ കിട്ടിയിട്ടുണ്ട്. അത് മലയുടെ ഉച്ചയിൽ നിന്ന് കിട്ടിയാണ്. അതിൻ്റെ അർത്ഥം അവരപ്പുറത്തേക്ക് പോകാൻ വഴി ഉണ്ടായിരുന്നു എന്നാണ്. ആ വഴി ഇപ്പോൾ ഉണ്ടോ, അതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായൊരു ഇതില്ല. കാരണം ഇതേ രീതിയിൽ ഒരെണ്ണം നമുക്ക് തിരുവിതാംകൂർ കിട്ടിയിട്ടുണ്ട്. തിരുവിതാംകൂറിൽ നിന്ന് മല മുറിച്ച് മറുഭാഗത്തിറങ്ങുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുനെൽവേലി ജില്ലയാണ്. തിരുനെൽവേലിയിൽ അംബാസമുദ്രത്തിനടുത്ത് തിരുവാലീശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ രാജേന്ദ്ര ചോളൻ്റെ ഒരു ശിലായുധമുണ്ട്. കടൽ വഴി വിളിഞ്ചമളിത്ത് മലൈമണ്ഡലം കൊണ്ട് മാത്തോട്ടം പൊതിയയിട്ട് കാന്തള്ളൂർ ചാലൈ കലവറുത്തരളി എന്ന് ഒരു ശിലാലിഖിതം ഈ മലയ്ക്കപ്പുറത്ത് കിടക്കുന്ന തിരുവാലീശ്വരം ക്ഷേത്രത്തിലുണ്ട്. അത് കേരളത്തിനെ കുറിച്ചുള്ളതാണ് താൻ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഇടുക്കിയിലും അങ്ങനൊരു ശിലാലിഖിതം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കി ഒരു കാലത്ത് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു വലിയൊരു മലമ്പാത ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ ഉള്ള ഒരു ആദിവാസി സമൂഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ മാത്രമാണ്. പിന്നെ നമ്മുടെ തൊടുപുഴ ഭാഗങ്ങൾ, ഇവിടെ വീണ്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഇതിലേക്ക് വരണം, കൊടുങ്ങല്ലൂരിലേക്ക് വരണം. കൊടുങ്ങല്ലൂർ രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ പല രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കൂട്ടത്തിലൊരു വെമ്പലി നാട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു. തെക്കും കൂറും വടക്കും കൂറുമായി പിരിഞ്ഞു എന്ന് പറഞ്ഞു. തെക്കും കൂറും വടക്കും കൂറിൽ നിന്നും പിരിഞ്ഞു പോയ ഒരു വിഭാഗമാണ് കീഴ്മല നാട്. ഈ കീഴ്മല നാട് എൻ്റെ ആസ്ഥാനം തൊടുപുഴയായിരുന്നു. ഈ തൊടുപുഴയാണ് ഇപ്പോൾ ഇടുക്കിയുടെ ഒരു കേന്ദ്രമായി വരുന്നത്. അപ്പോൾ ജില്ല രൂപീകരിക്കുമ്പോൾ ഈ ഒരു സാംസ്കാരികമായ തലത്തിലല്ല അത് രൂപീകരിക്കുന്നത്. ഭൂപ്രകൃതിയൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്.
അതുമാത്രമല്ല, ഇതൊക്കെ രാഷ്ട്രീയ നിർമ്മിതികളാണ്. എല്ലാ ജില്ലകളും രാഷ്ട്രീയ നിർമ്മിതികളാണ്, സാംസ്കാരിക നിർമ്മിതികളല്ല. അതുകൊണ്ട് ഇടുക്കിക്ക് മൊത്തം നമ്മൾ പറയുമ്പോൾ പിന്നെ പല പല ഘടകങ്ങളും പല പല ഘട്ടങ്ങളും പറയേണ്ടി വരും. അതിലൊന്നാണ് നമുക്ക് ഈ 11-12 നൂറ്റാണ്ടോടുകൂടി രൂപപ്പെട്ടു വന്ന കീഴ്മലനാട്. അപ്പോൾ തെക്കും കൂറായി, വടക്കും കൂറായി, കീഴ്മലനാടായി. ഇത് മൂന്നും ഈ വെമ്പലി നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. മറ്റൊരു കൗതുകകരമായൊരു കാര്യം, ഈ മൂന്നിടത്തെയും രാജാക്കന്മാരുടെ പട്ടപ്പേര് അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ഇതേ മണികണ്ഠനെയാണ് നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ പര്യായമായും പറയുന്നത്. ഇവിടെ നമ്മൾ വാകത്താനത്തിനടുത്തൊരു മണികണ്ഠപുരമുണ്ട്. ഏതോ ഒരു മണികണ്ഠ രാജാവിൻ്റെ, തെക്കൻകൂറിലെ ഒരു മണികണ്ഠ രാജാവിൻ്റെ സ്മാരകമായി ചെയ്തൊരു സ്ഥലമാണ്. അവിടുത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അയ്യപ്പനല്ല, മഹാവിഷ്ണുവാണ്. ആ വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യപ്പൻ മണികണ്ഠനാണ്, ഇവിടുത്തെ മണികണ്ഠപുരത്തെ പ്രതിഷ്ഠ വിഷ്ണുവാണ്. മണികണ്ഠൻ എന്നുള്ള പേരിൽ 3 രാജ്യത്ത് 3 രാജാക്കന്മാരും അല്ലെ 3 രാജപരമ്പരകളും ഉണ്ടായിരുന്നു. അപ്പോൾ ചരിത്രം നമ്മൾ ഇന്ന് പഠിക്കുന്ന ചരിത്രമല്ല, യഥാർത്ഥ ചരിത്രമെന്ന് തരുന്ന സൂചനകളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടുക്കിയിലെ തൊടുപുഴ മുതൽ ഇവിടെ തെക്കുംകൂറ് വരെ ഉള്ളിടത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.